ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം എല്ലാ മാസവും ഉണ്ട്. ആ ദിവസം ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ മാസത്തിലെയും ഈ പറയുന്ന ഒരു ദിവസം നാഗരാജാവിനെ നിങ്ങൾ വിളിച്ചാൽ, ഞാനീ പറയുന്ന ഒരു ലളിതമായ കാര്യം നിങ്ങൾ ചെയ്താൽ കടബാധ്യതകൾ കുറഞ്ഞു വരും, സാമ്പത്തികം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമുക്ക് കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരാൻ വേണ്ടി നാഗരാജാവിനെ എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസമുണ്ട്. ആ ദിവസം ഞാനീ പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം, നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം. നാഗരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടായവർക്കൊക്കെ വലിയ കടബാധ്യതകൾ തീർന്നതായി ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്ത് അനുഭവമൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഒരുപാട് അനുഭവമുണ്ട്. പക്ഷെ ഇന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. നേരത്തെ ആ പറഞ്ഞ ദിവസം കൂടാതെ ഉള്ള ഒരു പ്രത്യേക ദിവസമുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ അതെല്ലാ മാസവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് എന്നും ഈ വീഡിയോ ഉപകാരപ്രദമാണ്. പിന്നെ അതായത് ജൂലൈ 29, 2025 അതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ മാസം ആ തീയതി വരുന്നത്. അന്ന് അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയാണ്. ഇപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ഞാൻ പറയുന്ന ഈ കാര്യം ഞാൻ പറയുന്ന പോലെ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. നാഗരാജാവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന സമയമുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം. ലളിതമായിട്ട് ചെയ്യാം. നിങ്ങളടുത്തുള്ള ഏത് ക്ഷേത്രത്തിലെ സർപ്പത്തിന് നടയിലും നിങ്ങൾക്ക് ചെയ്യാം. ദൂരെ എങ്ങും പോകണമെന്നില്ല. ദൂരെ പോകേണ്ടവർക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇത് കടബാധ്യതകൾ കുറയുവാനും സാമ്പത്തികം ഉണ്ടാകാനും ഏറ്റവും ഫലപ്രദമായി കണ്ട ഒരു വഴിപാടാണ്. പിന്നെ നമ്മളതുപോലെ ഈശ്വരൻ തന്ന കഴിവ്, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, അധ്വാനിക്കുകയും കൂടെ വേണം. അപ്പോൾ ഇത് ചെയ്തവർക്കൊക്കെ ആ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടായ അനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം ഈ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നാഗപഞ്ചമിയാണ്. നാഗപഞ്ചമി നാഗദേവതകളുടെ പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യമുള്ളതുകൊണ്ടാണ്. കാരണം ഈ നാഗപഞ്ചമിയെക്കുറിച്ച് അറിയാനും അത് ഈ മാസത്തെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയുടെ പ്രത്യേകതയാണ്. ഇനി അടുത്ത മാസം കറുത്തവാവ് കഴിഞ്ഞിരുന്ന പഞ്ചമിയും നിങ്ങൾക്ക് ഞാനീ പറയുന്ന കാര്യം ചെയ്യുക, എല്ലാ മാസവും ചെയ്യുക. പക്ഷേ ഈ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞിരുന്ന പഞ്ചമിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് നാഗപഞ്ചമിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നാഗങ്ങളുടെ വിശേഷപ്പെട്ട അനുഗ്രഹം കിട്ടുവാനും നാഗദോഷങ്ങൾ മാറുവാനും നാഗപ്രീതി ഉണ്ടായി കഴിയുമ്പോൾ സാമ്പത്തിക ദുരിതങ്ങൾ മാറുവാനും അതുപോലെ തന്നെ നാഗപ്രീതി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ വലിയ അബദ്ധങ്ങളിലേക്ക്, വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ്. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. കാരണം എത്രയോ വലിയ ബിസിനസ്സുകാരുടെ ഞാൻ കൈരേഖയും ഗ്രഹനിലയും ഒക്കെ നോക്കിയിരിക്കുന്നു. ലഗ്നാൽ, അത് ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലഗ്നാൽ 4 രാഹു അനിഷ്ടപ്രദനായി നിന്ന പല ജാതകങ്ങളിലും സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ജാതകങ്ങൾ, ഒരുപാട് ജാതകങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, രാഹു പ്രീതിക്ക് സർപ്പപ്രീതി വന്നാൽ നിങ്ങൾ തകരത്തില്ല. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടും. അപ്പം പല രീതിയിൽ ആ സർപ്പങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ വരാം. ഞാനിപ്പോൾ 4 രാഹു ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിട്ട് കൂടുതൽ ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ 2 രാഹു, ലഗ്ന 2 രാഹു, പിന്നെ ചൊവ്വ സർപ്പയോഗം എല്ലാം അനിഷ്ടപ്രദമായിട്ട് നിന്നാൽ, ഇപ്പം ചൊവ്വയാണെങ്കിൽ ഇഷ്ടരാശി എന്ന് അത്ര ദോഷം ചെയ്യത്തില്ല. ചൊവ്വ സർപ്പയോഗം, ചന്ദ്രസർപ്പയോഗം മനസ്സിനെ ബാധിക്കുമ്പോൾ സാമ്പത്തികത്തെ ബാധിക്കും എന്നുള്ളതാണ്. ശുക്രസർപ്പയോഗം സാമ്പത്തികത്തെ ബാധിക്കും. ചൊവ്വ സർപ്പയോഗം ഭൗതിക സുഖങ്ങളെ, ഭൂമി, സ്വത്ത് ഇതൊക്കെ ബാധിക്കും. എല്ലാം അനിഷ്ടപ്രദമായിട്ട് നിന്നാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശുക്രൻ്റെ ആണെങ്കിലും ചൊവ്വയുടെ ആണെങ്കിലും ഇഷ്ടരാശി ഒന്നും അത്ര ദോഷം ചെയ്തില്ല. അപ്പോൾ എന്നിത്യാദി ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം, സാധാരണക്കാർക്ക്. അതുകൊണ്ട് ഞാൻ അതിനെ ആ യോഗങ്ങളെ, ആ ഗ്രഹനിലയെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല, അല്ലെ ഗ്രഹസ്ഥിതിയെക്കുറിച്ചോ പറയുന്നില്ല. ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ബാക്കി പറഞ്ഞുതരാം. അതായത് അങ്ങനെ ഈ രാഹു ഗ്രഹനിലയിലൊക്കെ ഇങ്ങനെ പല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ സമ്പന്നരായിരിക്കും, പെട്ടെന്നായിരിക്കും സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത്. എൻ്റെ മുന്നിൽ ഇരുന്ന് എത്രയോ പേര്
കരഞ്ഞ് അവരുടെ ജീവിതം പറഞ്ഞിട്ടുണ്ട്. വലിയ സാമ്പത്തികത്തിൽ കഴിഞ്ഞവർ ഒരു ഓട്ടോക്കൂലിക്ക് പോലും പൈസയില്ലാതെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള പല കാര്യങ്ങളും ഈ പറയുന്നത്. അപ്പോൾ ഞാൻ രാഹുവിനെക്കുറിച്ച് തന്നെ ഞാൻ പഴയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കയ്യിൽ രാഹു ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. അത് വേണം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്കിപ്പം പറഞ്ഞു തരണം എന്ന് വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തതല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ആയുർരേഖയാണിത്. ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ അത് വലിയ ഭംഗിയൊന്നുമില്ല, അത് സദയം ക്ഷമിക്കുക. കാര്യം മനസ്സിലാകണം, അത്രേ ഉള്ളൂ. ഈ പുരുഷന്മാരുടെ വലത് കൈ കൊണ്ട് സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ട് ചിന്തിച്ചോണം. ഇത് കണ്ടോ, ഈ ശുക്രമണ്ഡലത്തിൽ നിന്നും, ഇത് ശുക്രമണ്ഡലം, ഒരു രേഖ വന്ന് അത് ആയുർരേഖയെ കട്ട് ചെയ്ത്, ബുദ്ധിരേഖയെ കട്ട് ചെയ്ത്, ഹൃദയരേഖയെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ഞാൻ വരച്ചത് ഇച്ചിരി ഇങ്ങോട്ട് മാറിപ്പോയി. ഇതിൻ്റെ ശരിക്കുമുള്ള സ്ഥാനം തേണ്ടി ഈ ഭാഗത്തായിട്ട് വരും. ഇതാണ് ഈ രാഹുമണ്ഡലത്തെ ഭേദിച്ച്, ഇവിടെയാണ് രാഹുമണ്ഡലം വരുന്നത്. പെട്ടെന്ന് ധൃതിക്ക് വരച്ചപ്പം തന്നെ ഇവിടെ ആയിട്ട് വന്നതാണ്. ഈ വര വരുന്നത് ശരിക്കും തന്നെ ഇവിടെയാണ് കേട്ടോ, ഇങ്ങനെ. ഇത് രാഹുമണ്ഡലമാണ്. ഈ രാഹുമണ്ഡലത്തെ കവർ ചെയ്ത് തന്നെ ഇങ്ങനെ വരും, ഈ റാ പോലെ. മനസ്സിലായല്ലോ? ഈ രേഖ ഇങ്ങനെ വരും, തെറ്റുന്നുണ്ടോ? ഇങ്ങനെ വരും, കണ്ടോ? ഇങ്ങനെ ഇവിടെ വരും, കണ്ടല്ലോ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേ ഈ രേഖ ശരിക്കും വരുന്നത് വരച്ചപ്പോൾ അങ്ങോട്ട് നീങ്ങിപ്പോയതാണ്, സദയം ക്ഷമിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ, ഉണ്ടല്ലോ, ഇങ്ങനെ വരും. പ്രത്യേകിച്ച് വേണ്ടി ഈ ഭാഗത്തെ കവർ ചെയ്തുകൊണ്ട് അത് പോകും. ഈ ഭാഗത്തെ ഇതുണ്ടോ, ഈ ഭാഗത്തെ കട്ട് ചെയ്യും. ഇത് രാഹുമണ്ഡലമാണ്. ഈ ഭാഗത്തെ കട്ട് ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് റാ പോലെ അർദ്ധവൃത്താകൃതിയുള്ള രേഖ. അതാണ് രാഹു ലൈൻ എന്ന് പറയുന്നത്. ഈ രാഹു ലൈൻ പ്രത്യേകിച്ച് ഞാൻ പല കൈകളിലും കണ്ടിട്ടുണ്ട്. രാഹു ലൈൻ ഉള്ളവർക്കൊക്കെ സാമ്പത്തികമായി പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയും, ചിലരങ്ങനെ ചാടുമെന്നല്ല, മറ്റു രേഖകൾ ഒക്കെ ശരിയായിട്ടിരുന്നാലും മറ്റു മണ്ഡലങ്ങൾ ശരിയായിട്ടിരുന്നാലും വലിയ പ്രശ്നം വരാത്തവരുമുണ്ട്. പക്ഷേ മറ്റു മണ്ഡലങ്ങളുമൊക്കെ കയ്യിലെ മറ്റു മണ്ഡലങ്ങളും മോശമാണ്, മറ്റു രേഖകളും മോശമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ രാഹുൽ ലൈൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ടുണ്ടാകും, ദോഷ എഫക്റ്റ്. അങ്ങനെ അവർ വാഹനങ്ങൾ, 4 ചക്ര വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഒരു തകർച്ചയിലേക്ക് വരുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നാഗപ്രീതി, സർപ്പപ്രീതി. രാഹു ലൈൻ ഉണ്ടെങ്കിലും കൊള്ളാം, ജാതകത്തിൽ രാഹു പിഴച്ചു നിൽക്കുകയാണേലും കൊള്ളാം, അല്ലെങ്കിൽ നല്ല രീതി അല്ലാതെ നിൽക്കുകയാണേലും കൊള്ളാം, നാഗദോഷങ്ങൾ ഉണ്ടെങ്കിലും കൊള്ളാം. എല്ലാത്തിനും സർപ്പപ്രീതിക്കും ആ നാഗപ്രീതിക്ക് എന്താണ്, ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി എല്ലാ മാസവും ഉണ്ട്. ആ ദിവസം ഞാനീ പറയുന്ന കാര്യം നാഗരാജാവിനെ വിളിച്ച് എങ്ങനെ വിളിക്കണമെന്ന് പറയും, ഏത് സമയത്ത് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ നാഗത്തിൻ്റെ നടയിൽ ചെയ്താൽ മതി. ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞു തരുന്നതല്ല. ഞാൻ ഇന്നലെ ആ ശിവയോഗയൊക്കെ ചെയ്തിട്ട് കിടന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ്, ഇന്ന് വേറെ വീഡിയോ ഇടാനിരുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന സത്യമാണ്. ഇഷ്ടമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് തനിയെ തോന്നുകയാണ്. അപ്പം ഞാൻ കറുത്തവാവ് കഴിഞ്ഞ പഞ്ചമിയുടെ പ്രാധാന്യം എനിക്കറിയാം, പക്ഷേ ഞാൻ പലപ്പോഴും അങ്ങനെ വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ആ വീഡിയോ ഇടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ കലണ്ടറിൽ ഒന്ന് നോക്കിയപ്പോൾ നാഗപഞ്ചമിയും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, അത് ഭഗവാൻ എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ആ ദേവതകൾ, അല്ലെങ്കിൽ ഈശ്വരൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ഒരു ഭാഗ്യവാന്മാരാന്ന് പറഞ്ഞു. കാരണം ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് നാഗപ്രീതി കിട്ടാത്തവർ ഈ നാഗപഞ്ചമിക്ക്, പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിക്കും ചെയ്യാം, നാഗപ്രീതി ഉണ്ടാകും. ഈ മാസമേ നാഗപഞ്ചമി വരത്തുള്ളൂ, അടുത്ത മാസമൊക്കെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന സാധാ പഞ്ചമിയാണ്, അതും നാഗപ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ മാസവും ചെയ്യാം. അപ്പോൾ എനിക്കിത് പറഞ്ഞു തരാൻ സാധിച്ചതിന് ആ ഈശ്വരന്മാരോട് നന്ദി പറയുന്നു. നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അതും ഇതും കേട്ട് ഇതിൻ്റെ പുറകെ നടന്നാലൊന്നും ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. അവനവന് വേണ്ടത് ജീവിതം മാറുന്നത്, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയണം, അത് ചെയ്യണം, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ എപ്പോഴും അറിയുന്നു അപ്പം ജീവിതം മാറും. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ കേട്ടു എന്തൊക്കെയോ ചെയ്യുന്നു, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത് നാഗപ്രീതിയുടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും.
എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ആ രീതി പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതറിയാം. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. അതായത് നിങ്ങൾ ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി കലണ്ടറെ നോക്കിയാൽ എല്ലാ മാസവും ഉണ്ട്. ആ ദിവസം എല്ലാ മാസവും ചെയ്യാം. ആ ദിവസം നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക, ഏത് ക്ഷേത്രത്തിലും പോവുക. പോയി അവിടെ വഴിപാടൊക്കെ ചെയ്തിട്ട് സർപ്പത്തിൻ്റെ നടയിൽ വന്ന് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുക. അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ സമ്പത്തുണ്ടാകാൻ അല്ലെ കടങ്ങൾ മാറാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ ഫലമുണ്ടായവരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ഒരു ഈശ്വരീയതയുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഈ വീഡിയോയിൽ ചുമ്മാ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. അത് സത്യമുള്ള കാര്യങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങൾ, സത്യത്തിന് നടക്കുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു, അല്ലെ അതുപോലെ അനുഭവമുള്ള നെയ്യ് നാഗരാജാവിനെ സമർപ്പിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. അപ്പോഴും അതിന് നിങ്ങൾക്കൊരു നല്ല കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചൊവ്വാഴ്ച, അതായത് ഈ മാസത്തിൽ ജൂലൈ 29, 2025 അന്ന് നാഗപഞ്ചമിയാണ്. കർത്തവാവ് കഴിഞ്ഞിരുന്ന പഞ്ചമിയാണ്, പക്ഷേ അത് നാഗപഞ്ചമി എന്നറിയപ്പെടുന്നത്. ഈ മാസത്തിലെ പഞ്ചമിയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അന്ന് നിങ്ങൾ 5:41 രാവിലെ 5:41 8:23 ഇടയിൽ ഒരു 6-നും 7:30 ഇടയ്ക്ക് ചെയ്താൽ മതി. അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ആ ക്ഷേത്രത്തിലെ ദേവനല്ലേ ദേവിക്ക് വഴിപാട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത ശേഷം സർപ്പത്തിൻ്റെ നടയിൽ വന്നു ഒരു മൺചട്ടി, ചെറിയ മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് നിങ്ങൾ വെക്കുക. എന്നിട്ട് എൻ്റെ നാഗരാജാവേ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം കടം മാറണമെന്നാണ്. കടം കുറയണമെന്ന് പറയേണ്ട കാര്യമില്ല. എനിക്ക് സാമ്പത്തികം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് വേറെ മാർഗ്ഗമില്ലെന്ന് ഉറച്ച മനസ്സോടെ, ഉറച്ച വിശ്വാസത്തോടെ നാഗരാജാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് നിങ്ങൾ ഈ നാഗപഞ്ചമിക്ക് ചെയ്യുക. അതിന് വിശേഷ ഫലമാണ് ഈ നാഗപഞ്ചമിക്ക് ചെയ്യുമ്പോൾ. പിന്നെ എല്ലാ മാസവും കറുത്തവാവ് കഴിഞ്ഞിരുന്ന പഞ്ചമിക്ക് ഇത് തന്നെ ചെയ്യുക. അപ്പം ഇങ്ങനെ അപ്പം നിങ്ങൾ എല്ലാ മാസവും ചെയ്യുമ്പോഴും ഒരു 6 മണിക്കും 7:30 ഇടയ്ക്ക് രാവിലെ ചെയ്താൽ മതി. അത് വിശേഷപ്പെട്ട ഒരു സമയമാണ് ഈ നാഗരാജാവിന് വഴിപാട് ചെയ്യാൻ, കേട്ടോ. അപ്പോൾ നന്നായിരിക്കും. അതാണ് ഇതിൻ്റെ കാതൽ. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഫലം കിട്ടുന്നത് അത് ശരിയായിട്ട് ആ സമയത്ത്, ശരിയായ ദിവസം, ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിലും നാഗരാജാവിൻ്റെ മന്ത്രം പറഞ്ഞു തന്നിട്ടില്ല. എന്നെ മന്ത്രം പറഞ്ഞുതരാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. കാരണം ഞാനൊരു കാര്യം, എനിക്ക് ആ ഈശ്വരീയമായിട്ടുള്ള ആ ഒരു ശരിയെന്ന് തോന്നിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞത് എന്താ, നാഗരാജാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, വേറൊന്നും പ്രാർത്ഥിക്കണ്ട, അവിടെ ഒരു മന്ത്രവും ജപിക്കണ്ട. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മന്ത്രം പറഞ്ഞു തരാത്തതിൻ്റെ കാര്യം? എനിക്ക് വേണേൽ വീഡിയോയിൽ പറഞ്ഞു തരാം. ചിലപ്പം കുറച്ച് കൂടുതൽ ആളുകൾ കണ്ടെന്നിരിക്കും. എനിക്ക് ശരിയെന്നുള്ള കാര്യമേ ഞാൻ ചെയ്യാറുള്ളൂ, ബോധ്യമുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഈ നിമിഷം ഇവിടെ ഇരുന്ന് ഞാൻ മരിച്ചാലും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായിട്ടാണ്. ഓരോ വരിയും ഹൃദയത്തിൽ നിന്നാണ്. എനിക്ക് സന്തോഷവും ഇല്ല. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി കുറേ മനുഷ്യർ കേൾക്കുന്നവനും അറിയാം, പറയുന്നതിനും അറിയാം ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല. സത്യമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം. എന്തുകൊണ്ടാണ് നാഗരാജാവിൻ്റെ മന്ത്രം ഞാൻ പറഞ്ഞു തരാത്തത്? നാഗരാജാവ് എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്, ശിവാംശം തന്നെയാണ്. ഈ നാഗരാജാവ് നാഗേക്ഷിയൊക്കെ ആയിക്കോട്ടെ. അപ്പം അവർക്ക് നിഷ്ഠ വളരെയധികം ഉള്ള ദേവതകളാണ്. അവർ മന്ത്രം ജപിക്കുന്നതിനൊക്കെ നിഷ്ഠയുണ്ട്, ചര്യയുണ്ട്, ശരീരശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്. അവിടെയൊക്കെ ഒരു പാളിച്ച പറ്റിയാൽ അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാൻ. അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം. അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. ചുമ്മാ ഓരോരുത്തർ പറയും അത് ജപിച്ചോ ഇത് ജപിച്ചോ. ജപിക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. അത് നിങ്ങളതിൻ്റെ ചിട്ടാശുദ്ധി മനഃശുദ്ധി ഒക്കെ പാലിച്ചില്ലെങ്കിൽ ചെയ്യുന്ന ഗുണത്തേക്കാൾ ഉപരി നിങ്ങൾക്കത്
പ്രശ്നമായിട്ട് വരും. കാരണം അവർ ആ ഒരു ചര്യാനിഷ്ഠ, മനഃശുദ്ധി, ശരീരശുദ്ധിയിലൊക്കെ വളരെ കാർക്കശ്യമുള്ളവരാണ്. അവർ കോംപ്രമൈസ് ചെയ്തൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ മന്ത്രം പറഞ്ഞു തരാത്തത്. അല്ലെ, മന്ത്രം പറഞ്ഞു തരാൻ പറ്റാഞ്ഞിട്ടല്ല. കാരണം എനിക്കറിയാം, ഒരാൾ ഒരു കാര്യം ചെയ്താൽ അയാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകണം, ഗുണം മാത്രമേ ഉണ്ടാകാവുള്ളൂ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. കാരണം ഈ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സാധാരണക്കാരാണ്, യോഗിമാരോ സിദ്ധന്മാരോ ഒന്നുമല്ല. അവർക്ക് സാധാരണ ജീവിതം പുലർത്തുന്നവരാണ്. ചിലപ്പം വെളിയിൽ പോകുമ്പോൾ മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ശരീരശുദ്ധി ഒന്നും കാണണമെന്നില്ല, സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു തെറ്റ് പറ്റാൻ പാടില്ല. ആ ഒരു സത്യം ഞാൻ ചിന്തിക്കുന്നുണ്ടാണ് പറഞ്ഞു തരാത്തത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിത് ചെയ്യുക. ഈ നാഗപ്രീതി കൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ദുരിതം മാറും. പിന്നെ നെയ്വിളക്ക് എനിക്ക് അനുഭവം, ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവമുള്ള കാര്യമാണ് നെയ്വിളക്ക്. നാഗരാജാവിന് പെട്ടെന്ന് സാമ്പത്തിക നില മാറും. നിങ്ങൾ നാഗരാജാവിനെ വിശ്വസിക്കുകയും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ രാവിലെ ചെയ്താൽ മതി. ഈ വൈകുന്നപാട് നാഗരാജാവിനെ വിളിക്കുക ഒന്നും ചെയ്യരുത്. രാവിലെ ക്ഷേത്രത്തിൽ പോയി മാത്രം ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? കാരണം അവർക്ക് ചില രീതികളും ചില നിഷ്ഠകളും ഒക്കെ ഉള്ള ദേവതകളാണ് നാഗദേവതകൾ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ചൊല്ലുന്നു, ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും ചിട്ട ഉണ്ടായാൽ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ സന്തതി പരമ്പരകൾക്ക് ഉയർച്ചയുണ്ടാകും, അതുപോലെ സമ്പത്തുണ്ടാകും, കടബാധ്യതകൾ മാറും, അതുപോലെ ഈ രാഹു ദോഷങ്ങൾ മാറും. രാഹുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾ ഞാൻ പല രീതിയിൽ പറഞ്ഞല്ല. ശുക്രസർപ്പയോഗം, കുജസർപ്പയോഗം, പിന്നെ 12 ലഗ്നാൽ 12 സർപ്പം നിൽക്കുക, ലഗ്ന 2 സർപ്പം നിൽക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ, ചന്ദ്രസർപ്പയോഗം, ബുധസർപ്പയോഗം, വ്യാഴസർപ്പയോഗം എന്ന് വേണ്ട. ഇതൊക്കെ ആ അനിഷ്ടപ്രദമായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പം വ്യാഴ ഇഷ്ടരാശി സർപ്പമായിട്ട് യോഗം ചെയ്താൽ അത്ര ദോഷം ചെയ്യണമെന്നില്ല. ശുക്രൻ ഇഷ്ടരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതി, ശുക്രൻ ഇഷ്ടരാശി നിന്ന് കഴിഞ്ഞാൽ വലിയ ദോഷം ചെയ്യണമെന്നില്ല. ശുക്രൻ അനിഷ്ടപ്രദനായി രാഹുവുമായിട്ട് രാശി നിൽക്കുമ്പോഴാണ്, അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുമ്പോഴാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. എല്ലാം അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമാണ്. ഈ നാഗപഞ്ചമിയുടെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ആസ്തിക മുനി നാഗരക്ഷ ചെയ്ത ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് ഒരൈതിഹ്യം. വേറൊരു ഐതിഹ്യം, യമുനാ നദിയിൽ കാളിയൻ എന്നൊരു സർപ്പം ഉണ്ടായിരുന്നു. ആ കാളിയനെ ആ നദിയിൽ വസിക്കുമ്പോൾ ആ ജലത്തിൽ അതിൻ്റെ വിഷത്തിൻ്റെ ഇത് കാരണം കന്നുകാലികൾ മരിക്കുക, ഗ്രാമീണർക്കെല്ലാം പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ചെറുപ്പത്തിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കളിക്കുമ്പോൾ പന്ത് ആ യമുനാ നദിയിൽ പോയി. അദ്ദേഹം ആ പന്തെടുക്കാൻ വേണ്ടി നദിയിലേക്ക് ചാടുകയും കാളിയൻ ഇദ്ദേഹത്തെ ഭഗവാനെ ആക്രമിക്കുകയും ചെയ്തു. ഭഗവാൻ കാളിയനുമായി യുദ്ധം ചെയ്തു. ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ കാളിയൻ അടിയറവ് പറയുന്നു. അങ്ങനെയുള്ള കാളിയ മർദ്ദനം ചെയ്ത ദിവസമാണ് നാഗപഞ്ചമി എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പം എന്തു തന്നെ ആയാലും നാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നാഗപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നാഗപഞ്ചമി. അത് ഈ ജൂലൈ 29, 2025 വരുന്നത്. കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ഈ മാസത്തിലെ നാഗപഞ്ചമിയായിട്ട് വരുന്നു. ഇനിയും എല്ലാ മാസവും കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി വരുന്നുണ്ട്. അത് സാധാ പഞ്ചമിയാണ്. കർത്തവാവ് കഴിഞ്ഞത് അതും ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇത്രയും പ്രാധാന്യം ഇല്ലെങ്കിലും ജീവിതം മാറ്റാൻ ശക്തിയുള്ള ഒരു ദിവസം തന്നെയാണ്. അന്നും എല്ലാ മാസവും കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിക്ക് നിങ്ങൾക്ക് ഈ നെയ്വിളക്ക് നാഗരാജാവിന് ചെയ്തു പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവിധ പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങൾക്ക് കടങ്ങളൊക്കെ കുറഞ്ഞു വരും. ക്രമേണ കടങ്ങൾ മാറും. ഇത് നമ്മൾ അധ്വാനിക്കാൻ കൂടെ വേണം. അത് താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ ചെയ്യേണ്ട വേല കൂടുതൽ ആത്മാർത്ഥയോടുകൂടി ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ളൊരു വഴികളും ആ ഒരു ബുദ്ധിയും ചിന്തയും ഒക്കെ നാഗപ്രീതി ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തുറന്നു വരും. പിന്നെ നമ്മളത് പ്രയോജനപ്പെടുത്തുക കൂടി വേണം എന്നുള്ളതാണ്. ഞാൻ ഈ പലരും വിചാരിക്കുന്നുണ്ട്, എടാ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, അത് ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് ചിലർ വിചാരിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥനയും ഒരു വഴിപാടും വെറുതെ ആകത്തില്ല. ഒരു പ്രവൃത്തിയും വെറുതെ ആകത്തില്ല. ഒന്നുകിൽ നിങ്ങൾ അതിന് വേണ്ട വിശ്വാസം ഒപ്പം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിലല്ല ചെയ്തത്. ഈ രണ്ട് കാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യത്തിന് ഫലം വരാൻ ചിലപ്പം കുറച്ചുകൂടി സമയം എടുക്കും. കാരണം നമ്മളുടെ ആ കർമ്മദോഷമൊക്കെ അനുസരിച്ച് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ്.
ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു വലിയ പാറക്കല്ല്, ആ പാറക്കല്ല് ഒരാൾ കൂടത്തിനടിച്ച് പൊട്ടിക്കുന്നു എന്ന് വിചാരിക്കുക. ആദ്യം ഒരടി അടിക്കുമ്പോൾ വലിയ പാറക്കല്ല് പൊട്ടത്തില്ല, രണ്ടാമത്തെ അടിക്കും പൊട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 10-30 അല്ലെങ്കിൽ 10 അടി അടിക്കുമ്പോഴായിരിക്കും ആ പാറക്കല്ലിൽ ചെറിയൊരു പൊട്ടലെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എടാ ആദ്യത്തെ അടി ആദ്യത്തെ അടി തൊട്ട് 10 അടി ആ കൂടത്തിന് അടിക്കുന്ന ഒന്നാമത്തെ അടി തൊട്ടുള്ള പ്രയോജനം കൊണ്ടാണ് 10ാമത്തെ അടിക്ക് പാറക്കല്ല് പൊട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴേ വെളിയിലോട്ട് വരത്തുള്ളൂ എന്നുള്ളൂ. ഒരിക്കലും വെറുതെ ആകത്തില്ല. നല്ല പ്രാർത്ഥനകളും നല്ല വഴിപാടുകളും മനസ്സിൻ്റെ നന്മയും പിന്നെ നമ്മുടെ പ്രയത്നവും വെറുതെ ആകത്തില്ല. ഇപ്പം ഇന്ന് എന്നെ കാണാൻ ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം നല്ലതായിട്ട് പാട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് ഓണത്തിന് പാട്ട് എഴുതി അത് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നെ ഇവിടെ ഒന്ന് പാടി കേൾപ്പിക്കും. അപ്പോഴത്തേനും ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഇദ്ദേഹം പാട്ട് എഴുതി, ഇദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റ് കൂടാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇദ്ദേഹം ഇന്നല്ലേ നാളെ ഇത് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിന് ബലം ഉണ്ടാകും. അത് അധികം സമയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു പ്രയത്നം ചെയ്താൽ അത് ഫലമുണ്ടാകും. പിന്നെ നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് കുറച്ചുകൂടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതുള്ളൂ. ഇന്നലെ നാളെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഒരു കാര്യം ഒരു പ്രാവശ്യം ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഒരാൾ വന്നപ്പോൾ, ഒരു കുടുംബം, അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പക്ഷെ അവർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം വന്നപ്പം അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ പന്തിരുന്നാടി ഭദ്രകാളിക്ക് ആദ്യം നേർന്നു, ഒരു പ്രാവശ്യം നേർന്നു, എന്നിട്ട് ആ കാര്യം നടന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ നേർന്നു, അപ്പോഴാ കാര്യം നടന്നു. ഞാൻ പലപ്പോഴും വീഡിയോ പറയാറുണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു പ്രാർത്ഥന ചെയ്യുമ്പോഴോ ഒന്ന് നേർന്നാലും ഒന്നും അത് നടക്കണമെന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സ് ചിലപ്പോൾ അതിനകത്ത് വരണമെന്നില്ല. 2, നമുക്കത് വേണ്ട വിശ്വാസം ചിലപ്പം കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. 3, നമ്മളിത് നടക്കുമെന്നതിനേക്കാൾ കൂടുതൽ നടക്കത്തില്ല എന്നാണ് കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ നടക്കത്തില്ല. അത് നമ്മുടെ വിശ്വാസം പോലും. പിന്നെ ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സമയം, ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സമയം കൊടുക്കും. പെട്ടെന്ന് ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം നേർന്നിട്ട് അത് ചിലപ്പോൾ ശരിയായി കാണത്തില്ല. മനുഷ്യൻ മനസ്സുകളാണ്, മനസ്സ് പല ടെൻഷനും വിഷമവും ഒക്കെ കാണും. മനസ്സ് നേരെ നിന്നാലല്ലേ പ്രാർത്ഥന അങ്ങ് ചെല്ലത്തുള്ളൂ. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ട് നേരാൻ ശ്രമിക്കുക. നടക്കും. മനസ്സ് ആ ദേവത ചെന്നാൽ ആ കാര്യം നടക്കും. ഇനി നമ്മളതിനു വേണ്ടി പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഈ നാഗപഞ്ചമി എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എല്ലാ മാസവും നിങ്ങൾക്ക് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിക്കുക. പിന്നെ നിങ്ങൾ സാധിക്കുമെങ്കിൽ ഞായറാഴ്ചയോ ബുധനാഴ്ചയോ പറ്റുന്ന പോലെ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചവർക്കും സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പല അനുഭവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് ഇപ്പം നാഗരാജാവിന് ഞായർ ബുധൻ പ്രധാനമാണ്. അതുപോലെ കടം മാറാനൊക്കെയാണ് കേട്ടോ, സാമ്പത്തികം ഉണ്ടാകാൻ. പിന്നെ നമ്മൾ പ്രാക്ടിക്കുകയും കൂടെ വേണം. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി, ഈ 3 ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞായർ ബുധൻ അത് ആഴ്ചകളിൽ പ്രാധാന്യമുള്ളതാണ്. നെയ്വിളക്ക് തെളിയിക്കാൻ നല്ല നാഗരാജാവ്. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി, അത് മാസത്തിൽ 1 വരത്തുള്ളൂ. നിങ്ങൾ ആര് തകർന്നാലും ഇങ്ങനെയുള്ള ബിസിനസ്സുകാരോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില തകരത്തില്ല. അതാണ് നാഗരാജാവിന് വഴിപാട് ചെയ്താലുള്ള രഹസ്യം. മാത്രമല്ല, വലിയ സാമ്പത്തിക അബദ്ധങ്ങളിൽ പോയി ചാടത്തില്ല. പലരും വലിയ സാമ്പത്തിക അബദ്ധങ്ങളിൽ പോയി ചാടി ഉള്ളത് മുഴുവൻ പോകുന്ന പല സാഹചര്യങ്ങളെ കണ്ടിട്ടുണ്ട്. ചിലപ്പം ചില കൂട്ടുകാർ വന്നിട്ട് പറയും, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുത്തനായിരിക്കും, നീ ഇന്ന ബിസിനസ് കൂടെ ചെയ്യേ, ഭയങ്കര ലാഭമായിരിക്കും, ലാഭം മാത്രമേ കാണത്തുള്ളൂ. ഒന്നും നോക്കാതെ ലാഭം കേട്ട് കഴിയുമ്പോഴേ അവനതിനിറങ്ങി പുറപ്പെടും. ലാസ്റ്റ് ഉള്ളത് മുഴുവൻ പോകും. അതാണ് ഈ രാഹു മോശമായിട്ട് നിന്നാളൊരു കുഴപ്പം. നമ്മൾക്ക് ബുദ്ധി പലപ്പോഴും ശരിയായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചന്ദ്രസർപ്പയോഗം ഉള്ളവർക്ക് മനസ്സിന് ചാഞ്ചല്യം കൂടിയിരിക്കും. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. ചാഞ്ചല്യം കൂടിയിരിക്കും. ആ മനസ്സ് പോയി കഴിയുമ്പം ആ ഒരു വരുമാനത്തെ എല്ലാം ബാധിക്കും. അതുപോലെ ചൊവ്വാസർപ്പയോഗം ഉള്ളവർക്കും
വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സാമ്പത്തികപരമായ ഏത് ഇടപാടുകളും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ശുക്രസർപ്പയോഗമുള്ളവർ അവരും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാലും ഒക്കെ സാമ്പത്തികമായ ഏത് ഇടപാടുകളും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പിന്നെ ലഗ്നത്തിൽ സർപ്പം നിൽക്കുന്നവർ അവർക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലഗ്നത്തിലാണേലും 4-ലാണേലും സർപ്പം നിൽക്കുന്നത് ശ്രദ്ധിക്കുക. ലഗ്നം 4, 12 ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ 8-ൽ സർപ്പം നിൽക്കുന്നവർക്ക്, ലഗ്നം 8-ൽ സർപ്പം നിൽക്കുന്നവർക്ക് അവിചാരിതമായ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ചില നിയമങ്ങളാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ കാണുന്നത് ലഗ്നാൽ 8-ൽ സർപ്പൻ നിൽക്കുന്നതോടൊപ്പം വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയും കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും അത്തരക്കാർ ജീവിതത്തിൽ നല്ല നിലയിൽ രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ 3-6-11 സർപ്പസ്ഥിതിയും വളരെ പ്രയോജനകരമായിട്ട് കണ്ടിട്ടുണ്ട്. ചിങ്ങൻ രാശി, കർക്കിടകം രാശിയിലൊക്കെ സർപ്പം ത്രികോണത്തിൽ വരുന്നവരും രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ലഗ്ന ത്രികോണത്തിൽ വരുന്നവരും. അപ്പം ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റും. കാരണം നമ്മളുടെ ആ അനുഭവങ്ങളെയാണ് ഞാൻ എപ്പോഴും ടീച്ചറായിട്ട് കാണുന്നത്. അത് കൃത്യമാണ്, അത് കറക്റ്റാണ്. അനുഭവമാണ് എപ്പോഴും. ഇന്നിൻ്റെ അനുഭവമായിരിക്കണം നമ്മുടെ ഗുരു. ഇന്നിൻ്റെ അനുഭവം. പണ്ട് കാലത്ത് ചിലപ്പം പല പ്രാചീനമായ പല കാര്യങ്ങളും ചിലപ്പോൾ ഇന്ന് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഇന്ന് എന്ത് റിപ്പീറ്റ് ചെയ്യുന്നോ, ഏത് കാര്യങ്ങളാണോ റിപ്പീറ്റ് ചെയ്യുന്നത്, അത് ഇന്നിൻ്റെ യുക്തിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പം രാഹു പ്രീതി വളരെ അനിവാര്യമാണ്. ഏതൊരു വ്യക്തിക്കും വളരെ അനിവാര്യമാണ് രാഹു പ്രീതി. പിന്നെ ലഗ്നം 4-ൽ സർപ്പം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നമായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങ് ഉഴപ്പും, അതുവരെ നല്ലതായിട്ട് പോകും. ഒന്നും കുഴപ്പമില്ല, എനിക്ക് പരിഹാരങ്ങളുണ്ട്. ഭദ്രകാളി പ്രീതി, സർപ്പപ്രീതി ഒക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നുള്ള ഒരു അമ്മ എനിക്ക് വാട്സപ്പിൽ ഇട്ട്, ഇപ്പോഴും തന്നെ കിടപ്പുണ്ട്. അവരുടെ കുട്ടിക്ക് ജില്ലാ തലത്തിൽ മത്സരിച്ച് ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഏതാണ്ട് ഒരു മത്സരമാണ്. അതിൽ പ്രൈസ് കിട്ടി 25,000 രൂപ വിന്നറായിട്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പരിഹാരങ്ങൾ ചെയ്യുന്ന കുട്ടിയാണ്. ഏറ്റവും മുന്നിൽ വന്നു. ചെറിയ കാര്യമാണത്. ആ കുട്ടി ചെയ്യുന്ന വഴിപാടുമൊക്കെ അതിനകത്ത് പ്രാധാന്യമുണ്ട്. പിന്നെ അവരുടെ മക്കൾ പലരും ഇംഗ്ലണ്ടിലൊക്കെ പോയി അവരെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്. എല്ലാം സാധാരണക്കാരാണ്, നല്ല നല്ല രക്ഷപ്പെട്ടു. അതുകൊണ്ട് ജീവിതം മാറണമെങ്കിൽ അത് മാറാനുള്ള കാര്യങ്ങൾ കാണണം, അത് മാറാനുള്ള കാര്യങ്ങൾ കേൾക്കണം, അത് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചുമ്മാ അതിൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ നടന്നാലൊന്നും ജീവിതത്തിൽ ഒരു മാറ്റവും വരത്തില്ല. പറഞ്ഞ മനസ്സിലായത്? പലപ്പോഴും പലരും പല അബദ്ധങ്ങളും, എന്തെല്ലാം അബദ്ധങ്ങൾ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ ബുദ്ധിക്കൂടെ ചിന്തിക്കണം. എന്നിട്ട് ശരിയാണെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ തള്ളിക്കളയാന്നേക്കണമെന്ന്. എന്തോരം കാര്യങ്ങളാണ്. ഈയിടെ ഇവിടെ വന്ന ഒരാൾ എന്നോട് ചോദിച്ചു, ശിവയിലേക്ക് ശിവക്ഷേത്രത്തിൽ ആ പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോയാൽ ദോഷമാണ്, ഭൂതഗണങ്ങൾ പിടിക്കുമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ചിലപ്പോൾ ചേട്ടനൊക്കെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഭൂതഗണങ്ങളുടെ പുറകെ പോയാൽ ഭൂതഗണങ്ങൾ പിടിക്കും. ശിവനെ ചിന്തിച്ച് പ്രദക്ഷിണം ചെയ്താൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഈ ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ പോകുന്നത്, ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങളൊക്കെ തെറ്റായ അറിവുകളുടെ പുറകെ ഒരിക്കലും പോകരുത് കേട്ടോ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നല്ല കാര്യങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചതാണ്. ഞാൻ ശിവയോഗ ചെയ്യുന്ന ആളാണ്. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതുപോലെ നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റുന്നത്. നല്ല അനുഭവങ്ങളുണ്ടാകും. വല്ല പൊട്ടത്തരങ്ങളുടെ പുറകെ പോയാൽ നമുക്കൊരിക്കലും ആ ഈശ്വരാനുഭവം ഉണ്ടാകത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകും. ആരും പറയുന്ന അതേപടി വിശ്വസിക്കരുത്. സ്വന്തം ബുദ്ധി യുക്തി ചിന്തിക്കുക, ശരിയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്നാളെ എന്നോടൊരാൾ ചോദിച്ചു, വവ്വാൽ വീട്ടിൽ കയറിയാൽ ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞു, ജനൽ തുറന്നിട്ടാൽ വവ്വാൽ കയറും, അല്ലെ കതക് തുറന്നിട്ടാൽ വവ്വാൽ കയറും. അത് ദോഷമായതുകൊണ്ടല്ല, നിങ്ങളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇതുപോലെ അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, അല്ലെ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു.
ഇതൊക്കെ മനുഷ്യൻ ചുമ്മാ ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ, ഒരു യുക്തിയില്ലാത്ത. ഈ കേൾക്കുന്നവർ വെറും 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 ആ കേൾക്കുന്ന ആൾക്കൊരു വില കൊടുക്കണം. മനുഷ്യനെ മണ്ടനാക്കുന്നതല്ലേ ആ ഒരു ഏറ്റവും അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. കേൾക്കുന്നവനും ബുദ്ധിയുള്ളതാണ്, അവന് നമ്മളെപ്പോലെ തന്നെ വില കൊടുക്കണം. അങ്ങനാണെങ്കിൽ മണ്ടത്തരം പറയത്തില്ല. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്, എന്നാ പൊട്ടത്തരം പറഞ്ഞാലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങളുടെ പുറകെ പോകണം. നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കണം, നല്ലതിന് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ പുറന്തള്ളിക്കളയുക. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരുമുണ്ട്, അതിനെയൊക്കെ ഫോളോ ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ.